ഹലോ ഗൈസ്, എസ് കെ വ്ളോഗ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഇണക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ വീട്ടിലെല്ലാവരും ഇണക്കുന്ന ഒരു സാധനമാണ്. വയനുള്ള അരിയുണ്ട്. അരി ഉണ്ടാക്കാൻ പോകുന്നത് അമ്മച്ചിയാണ്. അമ്മച്ചിയുടെ ഇത് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് വിശദമായിട്ടൊക്കെ കാണാം. ഇപ്പോൾ അത് ചെയ്യാനുള്ള പരിപാടിയിലോട്ട് പോകാം. അരിയുണ്ട ഇണക്കാനുള്ള അരിയാണ് നമ്മൾ വെള്ളത്തിടുന്നത്. 2 ഗ്ലാസ് അരി എടുത്താണ് അരിയുണ്ട ഇണക്കുന്നത്. അത് കഴുകി വാരിയാണ് നമ്മൾ 1 മണിക്കൂർ വെച്ചിട്ട് കുതിർന്നതിന് ശേഷമാണ് വറുക്കുന്നത്. കഴുകി വാരി വെച്ചും 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വറുക്കണം. കഴുകി വറുത്തിട്ട് മിക്സിയിലാണ് നമ്മൾ സാധനങ്ങളൊക്കെ ചേർത്ത് പൊടിക്കണത്. അത് 2 പ്രാവശ്യം കഴുകിയിട്ട് കൊട്ടയുടെ അകത്തോട്ട് വാരി വെക്കും. നമ്മളുടെ കൊട്ടക്കകത്തോട്ട് ഈ അരി കഴുകിയത് വാരി ഇടിയണം. തുറന്നിട്ട് വേണം നമുക്കിത് വറുക്കാൻ. കുത്തരിയാണ്. ഇത് 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് വറുത്തിട്ട് പൊടിച്ചെടുക്കാം. സദ്യമ്മ അരി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി. 2 നാഴി അരി കഴുകി വാരി 1 മണിക്കൂർ വെച്ചിരുന്നതാണ്. അത് നമുക്ക് അരി ഉണ്ട ഇണക്കാനുള്ള സാധനങ്ങളൊക്കെ ഇനി പരിചയപ്പെടുത്താം. 1 ബോൾ ശർക്കര, 1 മുറി തേങ്ങ, പിന്നെ നെയ്യ്, ജീരകം, ഏലക്ക, ഇതൊക്കെ കൂടിയാണ് നമ്മൾ വറുത്ത് മിക്സിയിലടിച്ച് നമ്മൾ അരി ഉണ്ടാക്കാൻ പോകുന്നത്. 2ആയിട്ട് വേണം ഇത് വറുക്കാൻ. ഒറ്റനേക്കിന് വറുക്കാൻ പാടായിരിക്കും. നമുക്ക് 2ആയിട്ട് വറുക്കാം. അല്ല, എന്നാലും അത് മൊരിഞ്ഞൊക്കെ കിട്ടണമെങ്കിൽ 2ആയിട്ട് വറുക്കാം. നമുക്ക് ഇറക്കാം. ഇത് കരിയല്ല, കഴുകി ഇങ്ങനെ വറക്കണത് കാരണം കരിഞ്ഞു പോകില്ല. നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നത്. മലരി പോലെ മൂപ്പിച്ചെടുക്കണം. ഇത് നമുക്ക് തേങ്ങയും ജീരകവും ഏലക്കായും ശർക്കര എല്ലാം കൂടി മിക്സിയിലടിച്ചാണ് നമ്മളിത് ഉണ്ടാക്കി എടുക്കുന്നത്. പാനിയാക്കണ്ട. ഇത് എല്ലാം കൂടെ ആദ്യം ഒരു നീക്ക് പൊടിക്കണം ഈ വറുത്ത അരി. അതിൻ്റെ പുറകെ ഇതൊക്കെ ഇട്ട് വേണേൽ പൊടിച്ചെടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ. മിക്സി പൊടിക്കാം. കല്ലിലൊക്കെ പൊടിച്ച് വരുമ്പോഴുണ്ടല്ലോ ഒന്ന് അത് തണുപ്പാണ്. ഇപ്പോൾ മഴ വന്നിട്ട് കായും ജീരകവും കൂടി ഇടിയാണ്. അതിൻ്റെ ശേഷം പീര ഇട്ട് അതിൻ്റെ കൂടെ ശർക്കര ഇടണം. വെച്ചിരിക്കുന്ന ശർക്കര കൂടെ ഇതിലേക്ക് ചേർക്കുകയാണ്. ഒറ്റ നീക്കിന് ചെയ്യാൻ പറ്റിയല്ല. നമ്മളിപ്പോൾ 2 ട്രിപ്പായിട്ടാണ് ഇരിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൽ ഇച്ചിരി നെയ്യ് കൂടെ ചേർക്കണം. കുറച്ച് ശർക്കരപ്പാനി കൂടി ചേർത്തായിരുന്നു, ഒരു പിടുത്തം കിട്ടാൻ വേണ്ടി. അല്ലെങ്കിൽ ഒരു അളവ് കിട്ടിയല്ലോ. ചെറു ചൂടോട് കൂടി പിടിക്കണം. ഇല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോകും.
ചൂടാറി കഴിഞ്ഞാൽ എടുക്കുക വെള്ളമുണ്ട് അതല്ലേ കട്ടിയാവും. നെയ്യുടെയൊക്കെ സ്വാദ് മുന്നിട്ട് നിൽക്കണം. ഞങ്ങൾ ഇന്ന് അരിയുണ്ടയാണ് തയ്യാറാക്കിയത്. ആ അരിയുണ്ട ഇണക്കിയ വിധം എല്ലാവരും കണ്ടല്ലോ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.